എക്സ്ക്ലൂസീവ് സ്വർണ്ണക്കടകളിലെ നികുതി വെട്ടിപ്പിൽ പീപ്പിൾ അന്വേഷണം തുടരുന്നു. കോഴിക്കോട്ടെ ഹോൾസെയിൽ കേന്ദ്രങ്ങളിലും സ്വർണ്ണ വിൽപ്പനയിൽ വൻ നികുതി വെട്ടിപ്പ്. മാവൂർ റോഡിലെ സ്റ്റാൻഡേർഡ് ഗോൾഡ്സിൽ ദിവസേന നടക്കുന്നത് ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പാണ്. ആവശ്യക്കാർക്ക് സ്വർണം നൽകുന്നത് GST ഇല്ലാതെയും. സ്റ്റാൻഡേർഡ് ഗോൾഡ്സിൽ 2 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഇടപാടും നടക്കുന്നു. PV കുട്ടന്റെ റിപ്പോർട്ടിലേക്ക്. ജ്വല്ലറികളെ പോലെ തന്നെ പല ഹോൾസെയിൽ ഷോപ്പുകളും വലിയ നികുതി വെട്ടിപ്പാണ് നടക്കുന്നത്. കോഴിക്കോട്ടെ സ്റ്റാൻഡേർഡ് ഗോൾഡ് എന്ന മൊത്തവ്യാപാര കേന്ദ്രത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലും നികുതി വെട്ടിപ്പിന്റെ വലിയ വിവരങ്ങളാണ് ലഭിച്ചത്. വൻകിട ചെറുകിട ജ്വല്ലറികൾക്ക് സ്വർണം എത്തിച്ചു കൊടുക്കുന്ന കോഴിക്കോട്ടെ പ്രമുഖ സ്ഥാപനമാണ് സ്റ്റാൻഡേർഡ് ഗോൾഡ്. ഇവിടെ വൻതോതിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്നറിഞ്ഞാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. 2 തവണ ഞങ്ങൾ ഇവിടെ എത്തി. ആദ്യ തവണ ജീവനക്കാർ മടക്കി. വിശ്വസ്തന്മാരുടെ റഫറൻസ് ഉണ്ടെങ്കിലേ GST ഒഴിവാക്കി സ്വർണം തരുമെന്നായിരുന്നു സ്ഥാപന ഉടമയുടെ നിലപാട്. പിന്നീട് റഫറൻസുമായി ഞങ്ങൾ ചെന്നു. കൂടെ ഒരു കുടുംബവും. കല്യാണ ആവശ്യത്തിനായി 2 നെക്ലേസും 2 വളകളും വാങ്ങി. ആകെ 4,67,101 രൂപ. GST ഒഴിവാക്കി തന്നു. യഥാർത്ഥ ബില്ലിന് പകരം നൽകിയത് എസ്റ്റിമേറ്റ് ബില്ലും. കമ്പ്യൂട്ടർ ബില്ലും GST ബില്ലും കമ്പ്യൂട്ടർ അടിച്ചിട്ടൊക്കെ ഒന്നല്ലേ GST ഇല്ലാത്ത ബില്ല്. 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ഇടപാട് പാടില്ലെന്ന വ്യവസ്ഥയും സ്റ്റാൻഡേർഡ് ഗോൾഡുകാർക്ക് ബാധകമല്ല. മുഴുവൻ തുകയും ക്യാഷായി തന്നെയാണ് സ്വീകരിച്ചതും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ PV കുട്ടൻ ശരിയാണ്. PV കുട്ടൻ, കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ നടത്തുന്ന അന്വേഷണം, സ്വർണ്ണക്കടകളിലെ നികുതി വെട്ടിപ്പ് സംബന്ധിച്ചുള്ള അന്വേഷണം വീണ്ടും കൂടുതൽ ജ്വല്ലറികൾ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ മാവൂർ റോഡിലെ സ്റ്റാൻഡേർഡ് ഗോൾഡ്സിൽ ഏതെല്ലാം തരത്തിലുള്ള ക്രമക്കേടുകളാണ് നടക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ മലബാറിലെ വൻകിട ജ്വല്ലറികൾക്ക് സ്വർണം എത്തിച്ചു കൊടുക്കുന്ന കോഴിക്കോട്ടെ പ്രമുഖ സ്ഥാപനമാണ് സ്റ്റാൻഡേർഡ് ഗോൾഡ്. ഇവിടെ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയത്. സാധാരണ ജ്വല്ലറികൾ മാത്രമല്ല, ഇത് ഹോൾസെയിൽ കേന്ദ്രമാണ്. ഇവിടെയും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ, നികുതി വെട്ടിപ്പാണ് നടക്കുന്നത് നമുക്ക് അന്വേഷണത്തിൽ വ്യക്തമായി. സാധാരണ ജ്വല്ലറികളെക്കാൾ കൂടുതൽ തട്ടിപ്പാട് ഇവിടെ നടക്കുന്നത്. കാരണം ഈ ജ്വല്ലറികളിലേക്ക് മുഴുവൻ സ്വർണം നൽകുന്ന കേന്ദ്രം കൂടിയാണ് ഈ സ്റ്റാൻഡേർഡ് ഗോൾഡ്. ഇവിടെ ദിവസേന കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുന്നു. ഇതിൽ തന്നെ ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ് നടക്കുകയാണ്. ഇവിടെ വളരെ തന്ത്രപരമായാണ് ഇവരുടെ നീക്കങ്ങൾ. പരിചയമില്ലാത്തവർ ഇവർ ഷോപ്പിലേക്ക് പ്രവേശിപ്പിക്കുക പോലുമില്ല. റഫറൻസ് വേണം. ഇവർക്ക് കൃത്യമായി ധാരണയുള്ള ആരെങ്കിലും റഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നമ്മുടെ ഷോപ്പിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾ 2 തവണയാണ് ഈ സ്റ്റാൻഡേർഡ് ഗോൾഡിൽ എത്തിയത്. ആദ്യഘട്ടത്തിൽ ഇവർ ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ മടക്കി. അന്നും ഞങ്ങളുടെ കൂടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. കല്യാണ ആവശ്യത്തിന് സ്വർണ്ണമെടുക്കാനെന്ന പേരിൽ ഞങ്ങളൊരു കുടുംബത്തെ കൂടെ കൂട്ടിയിരുന്നു. 2ാം തവണ കൃത്യമായ റെഫറൻസ് ഈ സ്റ്റാൻഡേർഡ് ഗോൾഡിന്റെ ഉടമകൾക്ക് പരിചയമുള്ള ആൾക്കാർ വഴി തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട് കല്യാണ ആവശ്യത്തിന് എന്ന പേരിൽ മറ്റൊരു കുടുംബത്തെയും കൂട്ടി ഞങ്ങൾ പോവുകയായിരുന്നു. അവിടെ ഒരു മറയുമില്ലാതെ GST പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് സ്വർണ്ണ കച്ചവടം നടക്കുന്നത്. 4,67,101 രൂപയുടെ കച്ചവടം ഞങ്ങൾ നടത്തി. 2 നെക്ലേസും 2 വളകളും വാങ്ങി. ഈ ബില്ല് GST ഒഴിവാക്കിയാണ് നമുക്ക് ഈ സ്വർണം നൽകിയത്. അതുപോലെ തന്നെ ബില്ല് നൽകിയതാവട്ടെ യഥാർത്ഥ ബില്ലിന് പകരം എസ്റ്റിമേറ്റ് ബില്ല് നൽകി. ആദ്യം ഒരു വെള്ള പേപ്പറിൽ എഴുതി നൽകിയായിരുന്നു. പിന്നീട് ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കമ്പ്യൂട്ടറിൽ തന്നെ അടിച്ച് പ്രിന്റ് ചെയ്ത ബില്ല് നൽകി. അതിൽ GST പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ബില്ല് നൽകിയത്. അതുപോലെ മറ്റൊരു വലിയ വിഷയം ഉന്നയിക്കാനുള്ളത്, ഇവിടെ സ്റ്റാൻഡേർഡ് ഗോൾഡിൽ ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ഇടപാട് നടത്താൻ പാടില്ല എന്ന നിയമമുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഞങ്ങൾ 4,67,101 രൂപ ക്യാഷായി തന്നെ നൽകി. അത് ക്യാഷായി തന്നെ ഇവിടുത്തെ ഉടമകൾ വാങ്ങുകയും ചെയ്തിരുന്നു. പേകുട്ടൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു 2 തരത്തിൽ 2 കാറ്റഗറിയായി തിരിച്ച്, റഫറൻസ് ഉള്ളവർക്ക് വേറൊരു തരത്തിൽ ഇടപാട്, അതല്ല സാധാരണക്കാർക്ക് മറ്റൊരു തരത്തിൽ അവരെ ഇടപാടിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ റഫറൻസ് ഉള്ളവരോട് ഏത് തരത്തിലാണ് ജ്വല്ലറി ഉടമകൾ ഇടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്? പിന്നീട് ഈ സ്വർണം തിരിച്ചെടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? കാരണം ലാർജ് സ്കെയിലായിട്ട് സ്വർണം മേടിക്കുന്നവരോട് ഏത് തരത്തിലാണ് ജ്വല്ലറി ഉടമകൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്? അതോടൊപ്പം തന്നെ സാധാരണക്കാരോടും ഇവർക്ക് വളരെ കൃത്യമായ ഏജന്റുമാരുണ്ട്. സ്വർണം വാങ്ങുന്നതിന് വേണ്ടി GST ഒഴിവാക്കി സ്വർണം എത്തിക്കുന്നതിനുള്ള ഏജന്റുമാർക്ക് ഇത്തരം ജ്വല്ലറികൾക്കും ഇത്തരം മൊത്ത
കച്ചവടക്കാർക്കുമുണ്ട്. ഇവർ ആ ഏജന്റുമാർ വഴി എത്തുന്നവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ GST ഒഴിവാക്കി ഇത്തരം സ്വർണം നൽകുന്നത്. കാരണം സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നതിനാൽ, ഇത്തരത്തിൽ റെയ്ഡുകൾ ഉൾപ്പെടെ നടക്കുന്നതിനാൽ, അതുകൊണ്ടൊക്കെ തന്നെ വളരെ കൃത്യമായി അവർക്ക് ബോധ്യമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ GST ഒഴിവാക്കി സ്വർണം നൽകുന്നുള്ളൂ. അല്ലാതെ സംശയാസ്പദമായി വരുന്നവർക്കൊന്നും അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർക്കൊന്നും തന്നെ അവർ ഷോപ്പിലേക്ക് പോലും പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി റെഫറൻസുമായി എത്തുന്നവർക്ക് മറ്റൊരു കാര്യങ്ങളുമില്ല. അവിടെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അത്തരമൊരു സംസ്ഥാനങ്ങൾക്കൊന്നും ഇട നൽകാതെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആവശ്യപ്പെട്ട സ്വർണം നൽകുന്നു, അത് GST കുറച്ച് നൽകുന്നു. അത് അവർക്ക് വിശ്വസനീയമാണെന്ന് തോന്നുന്നവർക്കാണ് അത്തരത്തിൽ നൽകുന്നത്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അത്തരത്തിൽ ഹോൾസെയിൽ കച്ചവട കേന്ദ്രമായതിനാൽ തന്നെ സാധാരണക്കാരൊന്നും ഇവിടേക്ക് വരാറില്ല. ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്വർണം എടുക്കുന്നവരും ജ്വല്ലറികളിലേക്ക് സ്വർണം എടുക്കുന്നവരുമാണ് അവിടെ എത്തുന്നത്. അത് കൃത്യമായി ഇടനിലക്കാർ മുഖേനയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ചോദ്യങ്ങളോ സംസാരങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇവർക്ക് പെട്ടെന്ന് സ്വർണം ലഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. വ്യക്തമാണ് PV കുട്ടൻ. ജ്വല്ലറികളിലെ സ്വർണം വെട്ടിപ്പ്, നികുതി വെട്ടിപ്പ് സംബന്ധിച്ചുള്ള പീപ്പിൾ TV നടത്തുന്ന അന്വേഷണത്തിൽ കൂടുതൽ ജ്വല്ലറികൾ കുടുങ്ങുകയാണ്. ഇപ്പോൾ മാവൂർ റോഡിലെ സ്റ്റാൻഡേർഡ് ഗോൾഡ്സിൽ നടത്തുന്ന ക്രമക്കേടുകളാണ് PV കുട്ടൻ റിപ്പോർട്ട് ചെയ്തത്. മറ്റ് വാർത്തകളിലേക്ക്. BJP ഇതര സംസ്ഥാനങ്ങളുടെ കടുത്ത എതിർപ്പിനിടെ ലോട്ടറി GST ഏകീകരണത്തിനായി GST കൌൺസിലിന്റെ നിർണായക യോഗമെന്ന് ദില്ലിയിൽ. തെരഞ്ഞെടുപ്പിന് മുൻപ് ലോട്ടറി മാഫിയെ സഹായിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് എതിർക്കുന്ന സംസ്ഥാനങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെടും. GST ഏകീകരണത്തിനുള്ള തിടുക്കപ്പെട്ട ശ്രമത്തിന് പിന്നിൽ അഴിമതി മണക്കുന്നതായി ധനമന്ത്രി തോമസ് ഐസക്കും പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ GST ഇളവുകളിലും ഇന്ന് തീരുമാനമുണ്ടാകും. സർക്കാർ ലോട്ടറിയുടെയും സ്വകാര്യ ലോട്ടറിയുടെയും GST ഏകീകരിക്കാനുള്ള അന്തിമ പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. 18-28% ലോട്ടറി GST ഏകീകരിക്കാനാണ് മന്ത്രിതല സമിതിയുടെ ശുപാർശ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തീരുമാനം നടപ്പാക്കാൻ കേന്ദ്രം മുന്നോട്ടു പോകുമ്പോഴും എതിർത്ത് പരാജയപ്പെടുത്താനാണ് BJP ഇതര സംസ്ഥാനങ്ങളുടെ കൂട്ടായ തീരുമാനം. ലോട്ടറി മാഫിയെ സഹായിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് BJP ഇതര സംസ്ഥാനങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെടും. സംസ്ഥാന ലോട്ടറിയുടെ GST നിരക്ക് വർദ്ധിപ്പിക്കരുതെന്നും 12% തന്നെ നിലനിർത്തണമെന്നുമുള്ള ആവശ്യത്തിൽ കേരളം ഉറച്ചു നിൽക്കും. നിലവിലുള്ള ലോട്ടറി നികുതി മാനദണ്ഡങ്ങൾ മാറ്റാൻ ഇത്ര ധൃതി എന്ന് മനസ്സിലാകുന്നില്ല. BJPയുടെ ചില സെക്ഷനിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ചെയ്യാനുണ്ട്. അത് സാമ്പത്തിക ന്യായങ്ങൾക്കപ്പുറം അഴിമതിയുടെ മണം മണക്കുന്നതാണ്. മധ്യവർഗത്തെ ലക്ഷ്യമാക്കി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളുടെ GST നിരക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെ 12-ൽ നിന്ന് 5% സാധ്യത. ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള GST 8%-ൽ നിന്ന് 3% കുറയ്ക്കാനും തീരുമാനിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചു. ആലപ്പുഴയിലെ പര്യടനം പൂർത്തിയാക്കി കേരളത്തിന്റെ നവോത്ഥാന കവാടമായ വൈക്കത്ത് പ്രവേശിച്ച ജാഥയ്ക്ക് അത്യുജ്വലമായ സ്വീകരണമാണ് ബോട്ടുചെട്ടി മൈതാനത്ത് നൽകിയത്. പ്രളയ ദുരിതബാധിതരും മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും എന്നിവരടങ്ങുന്ന സാധാരണക്കാർ ജാഥയെ സ്വീകരിക്കാനെത്തി. ആലപ്പുഴയിൽ നിന്നും ജങ്കാർ മാർഗം വൈക്കം ബോട്ടുചെട്ടിയിലെത്തിയ ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണനെ CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ, CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ എന്നിവർ സ്വീകരിച്ചു. ഇന്ന് രാവിലെ 11-ന് കുറുപ്പന്തറ ചന്ത മൈതാനത്താണ് ആദ്യ സ്വീകരണം. ഉച്ചയ്ക്ക് 3-ന് പാലാ ന്യൂ ബസാർ, വൈകിട്ട് 4-ന് ഏറ്റുമാനൂർ കോവിൽപ്പാടം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ കോട്ടയം തിരുനക്കര മൈതാനിയിൽ എത്തിച്ചേരും. കാനം നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. BJPയുടെ 4 ജാഥകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് BJP നേതാക്കളുടെ പടലപ്പിണക്കം ഒഴിവാക്കാനെന്ന് കാനം പറഞ്ഞു. വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര 3-ാം ദിവസം കോഴിക്കോട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. എലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂരായിരുന്നു ആദ്യ സ്വീകരണം. ആവേശകരമായ സ്വീകരണമാണ് ജില്ലയിൽ ജാഥയ്ക്ക് ലഭിച്ചത്. ഉച്ചകഴിഞ്ഞ് പൂവാട്ടുപറമ്പ്, രാമനാട്ടുകര എന്നിവിടങ്ങളിലെ സ്വീകരണശേഷം യാത്ര കോഴിക്കോട് മുതലക്കുളത്ത് സമാപിച്ചു. പാർട്ടിയിലെ തർക്കം തീർക്കാനാണ് BJP 4 ജാഥ നടത്താൻ തീരുമാനിച്ചതെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. 5 വർഷമായി കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത മോഡി സർക്കാർ 2000 രൂപ നൽകി എല്ലാം പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇത് എത്ര പേർക്ക് ലഭിക്കുമെന്ന് കണ്ടറിയണം. എത്രയായിരം ഒരു സ്ഥലത്തു നിന്ന് അപേക്ഷിച്ചാലും ഒരു കൃഷിഭവനിൽ 200 പേർക്ക് കൊടുത്താൽ മതി എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ദിവസത്തെ ജോലിയും വണ്ടിക്കൂലിയും എല്ലാം മുടക്കി ഈ ആഫീസിൽ പോയി ക്യൂ നിന്ന് കാത്തു നിന്ന് ഇതെല്ലാം കൊടുത്തിട്ടുള്ള ആളുകൾ നല്ല വാക്ക് പറയണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവരുടെ രോഷവും പ്രതിഷേധവും വേണം.
അത് മോഡിയോട് തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കേരളത്തിലെ സർക്കാരിനോട് അത് തീർക്കരുത്. ആ പ്രതിഷേധം അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നതാണ്. തുക ലഭിച്ചില്ലെങ്കിൽ കേന്ദ്രത്തോട് തന്നെ ചോദിക്കാൻ കർഷകർ തയ്യാറാകണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിൽ. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ LDF നേതാക്കൾ ജാഥയെ സ്വീകരിക്കും. 3 ദിവസമാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. കാനം രാജേന്ദ്രൻ നയിക്കുന്ന ഉത്തരമേഖല LDF ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിലാണ് പര്യടനം. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ LDF ജില്ലാ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ജാഥയെ സ്വീകരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി LDF നേതാക്കൾ അറിയിച്ചു. നമ്മുടെ ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് സ്വീകരണമുള്ളത്. 16 നിയോജക മണ്ഡലങ്ങളാണ്. പൊന്നാനിയും തവനൂരും ചേർന്ന് ഒരു സ്വീകരണമാണ് എടപ്പാട്. മലപ്പുറം, മഞ്ചേരി, മങ്കട ഈ 3 മണ്ഡലങ്ങൾ ചേർന്ന് മലപ്പുറത്ത്. അങ്ങനെയാണ് 12 സ്വീകരണങ്ങളായി ക്രമീകരിച്ചിട്ടുള്ളത്. കൊണ്ടോട്ടിയിലാണ് ആദ്യ സ്വീകരണ പൊതുയോഗം. ഉച്ചകഴിഞ്ഞ് കോഹിനൂർ, ചെമ്മാട്, താനൂർ എന്നിവിടങ്ങളാണ് സ്വീകരണ കേന്ദ്രങ്ങൾ. 25-ന് തിരൂർ, എടപ്പാൾ, വളാഞ്ചേരി, മലപ്പുറം എന്നിവിടങ്ങളിലും 26-ന് അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ സ്വീകരണങ്ങളോടെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ പാലക്കാട്ടേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കാനുള്ള നടപടി കൊച്ചി നഗരസഭ സ്വീകരിക്കാത്തതാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തുടർച്ചയായ തീപിടുത്തത്തിന് കാരണം. ദിവസേന 360 ടൺ മാലിന്യം തള്ളുന്ന പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണി പോലും 2 ടേമുകളിലായി ഭരിക്കുന്ന UDF ഭരണസമിതി നടത്തിയിട്ടില്ല. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാത്ത കോർപ്പറേഷന്റെ ഭരണ നേതൃത്വം രാജിവെച്ചറിയണമെന്ന ആവശ്യമാണ് CPIM ഉയർത്തിയിരിക്കുന്നത്. കൊച്ചി നഗരത്തിന് എന്നും തലവേദനയായി മാറുന്ന ഒന്നാണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണം. LDF ഭരണസമിതിയുടെ കാലത്ത് പരിഹാരമായി സ്ഥാപിച്ച ജൈവ മാലിന്യ പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണി പോലും 2 ടേമുകളായി ഭരിക്കുന്ന UDF ഭരണസമിതി നടത്തിയിട്ടില്ല. ഫലത്തിൽ 2 മാസത്തിനിടെ തീപിടുത്തമുണ്ടായത് 4 തവണ. പ്രതിദിനം 360 ടൺ മാലിന്യമാണ് ബ്രഹ്മപുരത്ത് തള്ളുന്നത്. ഇതിൽ 150 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും. എന്നാൽ തരംതിരിച്ച് സംസ്കരിക്കുന്നതാകട്ടെ വെറും 500 കിലോ മാത്രം. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താനുള്ള നടപടി UDF നഗരസഭ സ്വീകരിക്കാത്തതാണ് പ്രധാന കാരണമെന്ന് CPIM ആരോപിച്ചു. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റ് ശാസ്ത്രീയമായി ഈ മാലിന്യം സംസ്കരിച്ച് ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മുൻകൈയും ഈ നമ്മുടെ കോർപ്പറേഷൻ ഭാഗത്തുണ്ടായിരുന്നു. നേരത്തെയുള്ള LDFന് നേതൃത്വമുള്ള ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത്, നമ്മുടെ കോർപ്പറേഷൻ ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് അവർ ചെയ്ത കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യം ഈ കോർപ്പറേഷന്റെ ഭരണസമിതി വന്നതിന് ശേഷം പ്രഖ്യാപനം അല്ലാതെ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെച്ചതോടെ നിലവിൽ നഗരസഭയുടെ ഹെൽത്ത് കമ്മിറ്റിയും നിർജ്ജീവമാണ്. അതിനാൽ മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെച്ച് ഭരണസമിതി ഒഴിയണമെന്നും ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആവശ്യപ്പെട്ടു. മേയറും DCC പ്രസിഡന്റും അവരെങ്കിൽ ഡെപ്യൂട്ടി മേയറും ഈ ഭരണം വിട്ടൊഴിയണം. കോർപ്പറേഷന്റെ അടുത്ത് നടക്കുന്ന ഭരണമല്ല, അനാസ്ഥയാണ്, പിടിപ്പുകേടാണ്, തികഞ്ഞ അരാജകത്വമാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പ്രതിഷേധമുണ്ടായിട്ടും ഭൂമാഫിയുടെ ആസൂത്രണമാണെന്നാണ് നഗരസഭയുടെ വിശദീകരണം. നേരത്തെ പ്ലാന്റിലെ ജലം തൊട്ടടുത്ത കടമ്പ്രയാറിലേക്ക് ഒഴുകി കുടിവെള്ളം മലിനമായപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണൽ ഇടപെട്ടതോടെ 1 കോടി രൂപ പിഴയടച്ചാണ് നഗരസഭ തടിയൂരിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മിനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള തയ്യാറെടുപ്പിലാണ് തമിഴ്നാട്. അണ്ണാഡിഎംകെ DMK നേർക്കുനേർ പോരാട്ടമാണെങ്കിലും വിശാല സഖ്യം രൂപീകരിച്ചാണ് ഇരു പാർട്ടികളുടെയും മത്സരം. നിലവിലെ സാഹചര്യത്തിൽ DMKയ്ക്ക് മേൽക്കൈയുണ്ട്. 39 ലോക്സഭാ സീറ്റുകൾക്കൊപ്പം 21 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കും. അണ്ണാഡിഎംകെ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും. കലൈഞ്ചറും തലൈവിയുമില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേൾക്കാൻ കൗതുകമെങ്കിലും അണ്ണാഡിഎംകെക്കും DMKയ്ക്കും ഇത് തെരഞ്ഞെടുപ്പിലുണ്ടാക്കുന്ന പ്രതിസന്ധി പ്രവചനങ്ങൾക്കും അപ്പുറമാണ്. ജയലളിതയുടെ മരണത്തോടെ അണ്ണാഡിഎംകെയിൽ പൊട്ടിപ്പുറപ്പെട്ട വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും. തമ്മിലടിച്ച പനീർശെൽവം, എടപ്പാടി വിഭാഗങ്ങൾ ഒന്നിച്ചെങ്കിലും അതിന്റെ ക്ഷീണവും പ്രശ്നങ്ങളും പാർട്ടിയിൽ ഇന്നും തുടരുന്നു. TTV ദിനകരനും അയോഗ്യരാക്കപ്പെട്ട 18 MLAമാരും പാർട്ടിയുമായി ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. BJPയുമായി നീക്കുപോക്കുണ്ടാക്കില്ലെന്ന് പറഞ്ഞ ശേഷം 2014-ൽ BJPക്കൊപ്പം പോയതിന് അണ്ണാഡിഎംകെക്ക് വലിയ വില നൽകേണ്ടി വരും. ഏറ്റവും വലിയ 3ാം ഒറ്റകക്ഷിയായ 2014-ലെ പ്രകടനം പാർട്ടി ആവർത്തിക്കില്ല.
സഖ്യരൂപീകരണത്തിന്റെ ഭാഗമായി മാത്രം 10ലേറെ സിറ്റിംഗ് സീറ്റുകൾ അണ്ണാ DMKക്ക് കൈവിടേണ്ടി വന്നു. സംസ്ഥാനത്ത് DMKക്ക് മേൽക്കൈയുണ്ട്. പാർട്ടിക്ക് നാഥനില്ലാത്ത അവസ്ഥ ഒഴിവാക്കാനും നേതൃത്വത്തിനു വേണ്ടിയുള്ള തമ്മിലടി ഇല്ലാതാക്കാനും കരുണാനിധി ഉള്ളപ്പോൾ തന്നെ സ്റ്റാലിൻ നേതൃത്വം ഏറ്റെടുത്തത് രക്ഷയായി. ഇടഞ്ഞു നിൽക്കുന്ന അളഗിരിയെ ഒപ്പം നിർത്താനായാൽ അതും നേട്ടമാകും. നേർക്കുനേർ പോരാട്ടമാണെങ്കിലും വിശാല സഖ്യം രൂപീകരിച്ചാണ് ഇരു പാർട്ടികളുടെയും ഏറ്റുമുട്ടൽ. അണ്ണാ DMK, BJP, പട്ടാളി മക്കൾ കക്ഷി ഒരു വശത്ത്, DMK, കോൺഗ്രസ്, MDMK മറുവശത്ത്. ഇങ്ങനെ നീളുന്നു ഇരു മുന്നണികളിലെ പാർട്ടികളുടെ പട്ടിക. ലോക്സഭയ്ക്കൊപ്പം നടക്കുന്ന 21 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അണ്ണാ DMK സർക്കാരിന്റെ ഭാവിയും നിശ്ചയിക്കും. 21 സീറ്റുകളിൽ 20 സീറ്റുകളിൽ അണ്ണാ DMK ഇതരർ വിജയിക്കുകയാണെങ്കിൽ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകും. ഈ സാധ്യത വിരളമാണെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ തകർച്ചയുണ്ടായാൽ അണ്ണാ DMKയിൽ വൻ വിള്ളലുണ്ടാകും. ഇത് സർക്കാരിന്റെ നിലംപൊത്തലിനും വഴി തുറക്കും. കാവേരി പ്രശ്നം, നീറ്റ് പരീക്ഷാ വിവാദം, തൂത്തുക്കുടി വെടിവയ്പ് എല്ലാം സജീവ രാഷ്ട്രീയ വിഷയങ്ങളാണ്. സിനിമയും രാഷ്ട്രീയവുമായുള്ള നാഭീനാള ബന്ധത്തിന് ഈ തെരഞ്ഞെടുപ്പിലും മാറ്റമില്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്തും പാർട്ടിയും മത്സരത്തിനില്ല. എന്നാൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ നായകസ്ഥാനം ലക്ഷ്യമിട്ട് ഉലക നായകൻ കമലഹാസനും മക്കൾ നീതിമയ്യവും കറുത്ത കുതിരകളാകാനുള്ള ശ്രമത്തിലാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. രജത ജൂബിലി ആഘോഷിക്കുന്ന തൃശൂർ ചെന്നായിപ്പാറ ദിവ്യ ഹൃദയാശ്രമത്തിന് ജോയാലുക്കാസ് ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്നേഹഭവൻ മന്ദിരം സമർപ്പിച്ചു. അന്തേവാസികൾക്ക് താമസിക്കാൻ ഉതകും വിധമാണ് ഭവനം സജ്ജീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം തൃശൂർ ഉപരൂപത മുൻ ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോയാലുക്കാസ് ഫൗണ്ടേഷൻ ട്രസ്റ്റി ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ്, ഫാദർ ജോർജ് കണ്ണംപ്ലായ്ക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.